സാർ ഫോൺ കിട്ടുന്നുണ്ട്. എടാ, നീ കൊണ്ടുപോകുന്നത് എന്റെ മകളെയല്ല, എന്റെ ആത്മാഭിമാനമാ. എന്നെ നിനക്ക് പൂർണ്ണമായും അറിയില്ല. നിന്നെ വിശ്വസിച്ച ഞാൻ എന്റെ മകളെ ഏൽപ്പിച്ചത്. അതിനെന്തെങ്കിലും മാറ്റമുണ്ടായാൽ കാല് കഴുകി ഈ കൈ കൊണ്ട് നിന്റെ തല ഞാൻ എടുക്കും. ശാന്തിയുടെ ഫോൺ. ഹായ്, പാസ്പോർട്ട്സ് ടിക്കറ്റ്സ് എല്ലാം ഉണ്ട്. നാളെ ഈവനിങ് 7:30 ഫ്ലൈറ്റ്. കെയർഫുൾ. ഓക്കെ, പെർഫെക്റ്റ്, താങ്ക്സ്. ഓക്കെ, ഹായ്. ഹായ്. ബൈ. എന്നാടാ നിങ്ങളുടെ പാസ്പോർട്ടും ടിക്കറ്റ്സും യുഎസിലേക്ക് പോകാൻ ഇനി 1 ഡേ ബാക്കിയുണ്ട്. ഈ 24 hours നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. ഇവിടെയാണ് സേഫ്. ഓക്കെ? പക്ഷേ 1 കണ്ടീഷൻ. ഇനിയുള്ള 24 hours നിങ്ങൾ എന്നോട് ഫ്രണ്ട്ലി ആയിരിക്കണം. അതേടാ, ഇങ്ങനെയൊക്കെ ഉണ്ടായതിനു ശേഷം നീ എന്നോട് മിണ്ടാറില്ല, ഇവൾ എന്നോട് മിണ്ടാറില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. പക്ഷേ എനിക്കറിയാടാ, നിങ്ങൾ യുഎസിലേക്ക് പോയ പിന്നെ ഈ ലൈഫിൽ എന്നെ കാണില്ല, കാണാൻ നീ സമ്മതിക്കുകയില്ല. ഈ 24 hours അല്ലേ നമുക്ക് ഇനിയുള്ളൂ. ഇത്രയും സമയമെങ്കിലും വഴക്കുകളൊക്കെ മറന്ന് നമുക്ക് ഫ്രണ്ട്ലി ആയിരിക്കാം, പ്ലീസ്. എന്താടാ, നിനക്കൊക്കില്ലേ? ഒക്കില്ലെങ്കിൽ ഞാൻ അമ്മാവന് ഫോൺ ചെയ്ത് പറയും. പറഞ്ഞു പറഞ്ഞു. നോക്കിയോ, സത്യമായിട്ട് ഞാൻ അമ്മാവന് ഫോൺ ചെയ്യാൻ പോവാ. നമ്പർ അതല്ല, സംസാരിക്കാം. നോക്ക്, ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ സത്യമായിട്ടും പറയും. ദേ നോക്ക്, ഫോൺ റിംഗ് ചെയ്യുന്നു. ഞാൻ ശരിക്കും പറയാൻ പോവാ. പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഹലോ ഹലോ അച്ഛാ. നിനക്ക് ഭ്രാന്ത? കണ്ടില്ലടാ, ഇവൾ നമ്മുടെ പ്ലാൻ മുഴുവൻ പൊളിക്കാൻ പോവാ. അമ്മാവൻ അറിഞ്ഞ എന്താ ഉണ്ടാകാൻ പോകുന്നെന്ന് വല്ല വിചാരമുണ്ടോ? അവിടെ നീ ഇവളുടെ കൂടെ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും? ഫ്രണ്ട്സ്, കുഞ്ഞമ്മയെ കാണിക്കാൻ ഫോട്ടോ ഒന്നും കയ്യിലില്ല. ഫോട്ടോ ദേ അവന്റെ മനസ്സിലുണ്ട്. ഇനി അവളെ നേരിട്ട് കണ്ട് കുഞ്ഞമ്മ തന്നെ തീരുമാനിക്കും. ഗ്രഹങ്ങളെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് എന്റെ കമ്പ്യൂട്ടർ കണിയാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് ഇവരുടെ ജാതകം നോക്കിച്ചോളൂ. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മതി. വേണ്ട വേണ്ട, ആരെ കൊണ്ട് ഇനി നോക്കിക്കണ്ട. അവരിനി ജാതകം ചേരില്ലെന്നോ മറ്റോ പറഞ്ഞാലോ? ജാതകം ചേർന്നില്ലെങ്കിലും സാരമില്ല, അവരൊന്നിക്കട്ടെ. ഓ, നീ തന്നെയാണോ ഈ പറയുന്നത്? ഇത്ര വിവരം വെക്കാൻ നിനക്ക് ഇത്രയും വയസ്സാകണമായിരുന്നോ പ്രഭാവതി?